അപ്പൊ ഗെറ്റ് ബിഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. അവരുടെ ഓഫീസ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് പാലക്കാടാണ്. ഇപ്പൊ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ലൈസൻസുകളാണ്. കമ്പനിയുടെ പാൻ കാർഡും കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ലൈസൻസുകളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇന്ത്യയിൽ നിന്ന് ഒറിജിനായി ഇന്റർനാഷണലി ഗ്ലോബലി ലോകം മുഴുവൻ പോകാൻ തക്കതായ കെൽപ്പും കപ്പാസിറ്റിയുമുള്ള ഒരു സൂപ്പർ പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ആരും ഇത് മിസ് ചെയ്ത് ഇതിന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം അങ്ങനെ സ്കിപ്പ് ചെയ്ത് ധൃതിക്ക് പോയ ആളുകൾ പല പ്രോഗ്രാമുകളിലും നമുക്ക് ധൃതിക്ക് പോകാൻ നമ്മൾ ഇരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ധൃതിക്ക് പോയാൽ നമ്മൾ എങ്ങും എത്തൂല. ഈ അവസരം നിങ്ങൾ കേൾക്കാതെ പോകരുത്. കേട്ട ശേഷം നിങ്ങൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ ലൈസൻസിങ് ആണ്. അതായത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഇത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ടീമിനെയും ബിസിനസിനെയും എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാവിധ ലൈസൻസുകളും എല്ലാവിധ പേപ്പേഴ്സും നമുക്ക് റെഡിയാണ്. കേരളത്തില് കൊച്ചിയില് DD വ്യാപാര ഭവൻ കടവന്ത്ര പുതിയ ഓഫീസുകൾ സംവിധാനം വരാൻ പോകുന്നു. ഒരുപക്ഷെ ജനുവരി 1st or 2nd വീക്ക് അവിടുത്തെ ഇനാഗുറേഷൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചെയർമാന്റെ ഫോട്ടോയാണ് ഇത്. NR ജയ്മോൻ എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ SPC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നയിച്ച വ്യക്തിയാണ്. SPC ഗ്രൂപ്പ് ഒരു കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മുടെ ഇവിടെയുണ്ട്. അവരുടെ ശരിക്കും അവരുടെ റിസർച്ച് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ R&Dയുടെ ഒരു മാനേജ്മെന്റിനെയാണ് കാണുന്നത്. എല്ലാവരും ദയാൽ സാറ് തുടങ്ങി എല്ലാവരും തന്നെ വലിയ രംഗത്ത് ഈ ഒരു അവരൊക്കെ ചീഫ് സയന്റിസ്റ്റുകളാണ്. അവരുടെ നേതൃത്വത്തിൽ ഒരു മികച്ച R&Dയും ഒരു എന്താ പറയുക ഓർഗാനിക് പ്രോഡക്റ്റുകളും ഓർഗാനിക് വളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവർ കഴിഞ്ഞ 10, 12, 13 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 180ഓളം 160, 200 അടുത്ത് ഫ്രാഞ്ചൈസികളും അതിന്റെ ഒപ്പം റൺ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് 1 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ എടുത്ത് മന്ത്ലി വളരെ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ ഹൈലൈറ്റ്സ് പോയിന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഡിജിറ്റൽ പ്രോഡക്റ്റിൽ ഏറ്റവും വലിയ കാതലായ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രാണ ഇൻസൈറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. പ്രാണ ഇൻസൈറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിന്ന്. നൃത്തം അല്ലെങ്കിൽ സംഗീതം മാത്രമല്ല എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സും വയലിനും ഓർഗണും അങ്ങനെ വേണ്ട എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ മജീഷ്യൻ മുതുകാടിന്റെ MQ എന്ന് പറയുന്ന ഒരു വലിയ ഡിവിഷൻ ഓഫ് പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഡിവിഷനാണ് പ്രാണ എന്ന് പറയുന്ന ആപ്പ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ നമ്മളുടെ പ്രോഡക്ട്സുകളും സർവീസുകളും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോകം മുഴുവൻ ചെയ്യാൻ പോകുന്നതും ഈ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ നമുക്ക് കുറച്ച് കീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ബേസ് കമ്പനി ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രോഡക്റ്റുകൾ കയ്യിൽ തൂക്കിക്കൊണ്ടുപോയി മേടിച്ച് കട്ടിലിന്റെ അടിയിലോ പെട്ടിയുടെ മുകളിലോ തട്ടിന്റെ മുകളിലോ വെച്ചിട്ട് നമ്മുടെ പൈസ കളയുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല. ഇത് ആവശ്യക്കാരന് ആവശ്യമനുസരിച്ച് അവന്റെ ഇരിപ്പിടത്തിൽ തന്നെ അവന് പഠിക്കാനും മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രീ റെക്കോർഡിംഗ് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ക്ലാസ്സുകളുടെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെവി റിസൾട്ട് ആണ് ഇതിൽ നിന്നുണ്ടാവുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ബൈജൂസ് ആപ്പിന്റെ ഒക്കെ വളർച്ച നമുക്കറിയാം. വെറും 500 രൂപ 600 രൂപയ്ക്ക് ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി ക്രിയേറ്റ് ചെയ്ത് എന്തിലൂടെയാണ്? ഈ ഒറ്റ ഡിജിറ്റൽ ആപ്പിലൂടെയാണ്. ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ എഡ്യൂക്കേഷൻ ആപ്പിലൂടെയാണ്. അപ്പൊ അതിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള ഒരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച രീതി പരസ്യങ്ങളിലൂടെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു റെഫറൻസിലൂടെ ഒരു വ്യക്തികളുടെ ഉപയോഗിച്ചുള്ള വ്യക്തികളുടെ റെഫറൻസിലൂടെയാണ് നമ്മൾ ലോകം മുഴുവൻ പോകാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റിൽ നമ്മുടെ ഹോം ട്യൂഷൻ ആപ്പുകളുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയും അതിനുശേഷം നമുക്ക് നമ്മുടെ നീറ്റിന്റെ കോച്ചിങ് എക്സാമിനുള്ള കാര്യങ്ങൾ വരെയും നമുക്ക് ഡിജിറ്റലി ട്യൂഷൻ ആപ്പുകളും നമുക്ക് തരുന്നു. ഒപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആപ്പുകൾ തരുന്നു. ഒപ്പം തന്നെ പ്രാണ ആശാശരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൾച്ചറൽ സെന്ററിന്റെ ആപ്പുകൾ തരുന്നു. നമ്മളുടെ MQ എന്ന് പറയുന്ന നമ്മളുടെ മജീഷ്യൻ മുതുകാടിന്റെ ആപ്പുകൾ തരുന്നു. ദെൻ പ്രൊഫഷണൽ കോഴ്സുകളുടെ ധാരാളമായിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്തുണ്ട്. ദെൻ പ്രാണ ടാലന്റ് അക്കാഡമി, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇവിടെ ഇനി ഓർഗാനിക് ആയിട്ടുള്ള വളരെയധികം പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന ഒരു വലിയ ഡിവിഷൻ, അത് ശരിക്കും മാർക്കറ്റിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു
എന്താ പറയുക, ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ പോയി എൻക്വയറി ചെയ്താലും ആദ്യം കാണുന്നത് ഈ കമ്പനിയുടെ ഹോമിയോ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രോ കെയർ പ്രോഡക്റ്റുകളെ കുറിച്ചായിട്ടായിരിക്കും. അത്രമാത്രം അത് വിപണിയിൽ ചലനമുണ്ടാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ബിസിനസ് പാക്കേജിലേക്ക് പോകാം. നമ്മുടെ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ ധാരാളമുണ്ട്. ഒരു 138 140ഓളം പ്രൊഡക്റ്റുകൾ ഓർഗാനിക് ലെവലിലുണ്ട്. ഒപ്പം തന്നെ ഒരു 140ഓളം തന്നെ പ്രൊഡക്റ്റുകൾ ഡിജിറ്റൽ വെർഷനിലുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ഡിജിറ്റൽ വെർഷനിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമുക്കൊരിക്കലും ഒരു പ്രൊഡക്റ്റ് പോലും കയ്യിൽ തൂക്കിക്കൊണ്ട് പോയിട്ടോ വാങ്ങിച്ച് കൊട്ടയ്ക്കകത്താക്കിയോ കൂടിനകത്താക്കിയോ ചുവന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള വ്യക്തികളുടെ ഒരു എക്യുപ്മെന്റിലേക്ക്, ഒരുപക്ഷെ ലാപ്ടോപ്പ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഐപാഡ് ആകാം, അല്ലെങ്കിൽ മൊബൈൽ ആകാം, എന്തും ആവട്ടെ, ആ ഇൻസ്ട്രുമെന്റിലേക്ക് ആവശ്യക്കാരന് അവൻ ഫണ്ട് അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമ്പനിയുടെ അക്കൗണ്ടിലാണ്. നമ്മളാരും കയ്യിൽ നിന്ന് ഒരു പൈസയും മേടിക്കേണ്ട ആവശ്യമില്ല. ആരോടും ₹1 പോലും ബാധ്യത നമ്മൾ ഏൽക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ ഇവിടെ കൃത്യമായ സിസ്റ്റം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു വെൽ ബിഗൺ ആയിട്ടുള്ള സിസ്റ്റം റൺ ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ നമുക്ക് ഈ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എൻറോൾ ചെയ്ത് നമ്മൾ ഇതിനകത്തൊരു പാർട്ട്ണറായി വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഇതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രക്ചറാണ്, പ്ലാനാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് 92% ഇൻകം പുറത്തേക്ക് കൊടുക്കുന്ന ഒരു പ്ലാനാണ്. എൻ്റെ അറിവിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രോഡക്റ്റ് വൈസ് ലീഗൽ കമ്പനികളിൽ ഇത്രയും നാൾ ഈ 10, 25, 30 വർഷമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ബേസ് ആവട്ടെ, ഡിജിറ്റൽ ബേസ് ആവട്ടെ, ലീഗലി നമുക്ക് എല്ലാവിധ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്ത് പബ്ലിക്കിന്, നമ്മളെപ്പോലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ കണ്ടതിൽ പഠിച്ചതിൽ അത് സംശയമൊന്നുമില്ല, രണ്ടാമതൊരു പേര് ആലോചിക്കാൻ പോലില്ല, ഗെറ്റ് ബിഗിന്റെ പ്ലാൻ തന്നെയാണ്. അവിടെ നമുക്ക് ഒരു 7 ടൈപ്പ് ഇൻകം ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. 40% ആണ് അറൗണ്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട്, 10 മുതൽ 40% വരെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം, നമ്മളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 10,000 റുപ്പീസ് ആയിരിക്കാം അക്കാഡമിക് പ്രൊഡക്റ്റിന്റെ ഒക്കെ കോസ്റ്റ്. കാരണം ബൈജൂസ് ആപ്പ് ഒക്കെ 50,000-നും 60,000-നും ഒക്കെയാണ് വിൽക്കുന്നത്. ഇവിടെ ലക്ഷ്യ, ബൈജൂസ് ആപ്പ്, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും 50,000 60,000 രൂപയ്ക്ക് വിൽക്കുന്ന അതേ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ 5,000+ ടാക്സിന് നമുക്ക് കിട്ടും. അതായത് ഏതാണ്ട് അറൗണ്ട് 5,800 നമുക്ക് കിട്ടും. അതിന്റെ MRP റേറ്റ് 10,000 രൂപയായിരിക്കും. അപ്പോൾ 10,000 രൂപയുള്ള ഒരു സാധനം 6,000 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 40% റീറ്റെയിൽ മാർജിൻ അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ്. നമുക്കത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ലാഭം എടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾ ആളും തരവും നോക്കി, നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ കിട്ടുന്ന പൈസയ്ക്ക് വേണമെങ്കിൽ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. അതിന്റെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് ആദ്യത്തെ നമ്മുടെ പ്രോഫിറ്റ്. 40% വരെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത്, നമ്മളുടെ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ബൈനറി സോഫ്റ്റ്വെയറിലാണ്. നമുക്കറിയാം 3 ടൈപ്പ് സോഫ്റ്റ്വെയറുകളാണ് ശരിക്കും ഇതുപോലുള്ള ഇൻഡസ്ട്രികൾ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ MLM ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റൺ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 സോഫ്റ്റ്വെയറിലാണ്. ഒന്ന് ബൈനറി സോഫ്റ്റ്വെയർ എന്ന് പറയും, രണ്ടാമത്തത് നമുക്ക് സൺഫ്ലവർ പ്ലാനുള്ള സോഫ്റ്റ്വെയർ ആണ്, മൂന്നാമത് മാട്രിക്സ് പോകുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതിനകത്ത് ബൈനറി പ്ലാന്റെ സോഫ്റ്റ്വെയറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ മുമ്പിൽ പ്രോഡക്റ്റ് വൈസിൽ ഇത്രയും നാളായിട്ട് നിൽക്കുന്ന നന്നായിട്ട് പോകുന്ന ഒരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഒരു കമ്പനി ഉണ്ട്, അനേകം കമ്പനിയൊന്നും പറയാനില്ല. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി നമുക്കറിയാം RMBയുടെ ഒരു സെക്കൻഡ് പാർട്ട് ജനറേഷൻ കമ്പനിയാണ്. അവർ RMB തുടങ്ങിയ അന്ന് മുതൽ അവർ വർക്കൗട്ട് ചെയ്യുന്ന പ്ലാൻ ബൈനറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻകം മേടിക്കുന്ന ഒരു നെറ്റ്വർക്കറെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് അന്നും ഇന്നും മൈ ലൈഫ് കമ്പനി തന്നെ. മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ അവൻ RMBയുടെ ആ കമ്പനി തന്നെയാണ്. അതിനുശേഷം അവരുടെ സീലിംഗ് എന്ന് പറയുന്നത് ലിമിറ്റ് 210 ആണ്. 25 ലക്ഷം രൂപയുടെ ബിസിനസ്, ഒരു 25-26 ലക്ഷം രൂപയുടെ ബിസിനസ് എല്ലാ ആഴ്ചയിലും ലെഫ്റ്റിലും റൈറ്റിലും നടന്നു കഴിയുമ്പോഴാണ് ഒരു 2 ലക്ഷം രൂപ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഒരു 1.90 അയാൾക്ക് കൈ കിട്ടുക. ഇനി നമ്മുടെ പ്ലാൻ ഒന്ന് നമുക്ക് പഠിച്ചു നോക്കാം. ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ബിസിനസ് ഓണർ എന്നുള്ള ലെവലിൽ 2,500 രൂപയ്ക്ക് പ്ലസ് ടാക്സിന് നമുക്കിവിടെ ഫസ്റ്റ് എൻറോൾ ചെയ്യാം. 2,500 രൂപയും ടാക്സും ഉണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് അത് ബില്ല് നിങ്ങളുടെ പേരിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈവൻ ഇൻസ്റ്റലേഷൻ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു, അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ വേണ്ടത് എന്താണ്, ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കുന്നു. പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള വ്യക്തിക്ക് അയാളുടെ ഇൻസ്ട്രുമെന്റിലേക്ക്, അയാളുടെ ലാപ്പിലേക്ക്, അയാളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 2,500 ഏറ്റവും പൈസ കുറഞ്ഞ്, ഇപ്പൊ നമ്മളുടെ ക്രിപ്റ്റോ ബിസിനസ് പറയുവാണെങ്കിൽ ഒരു $30
ഏറ്റവും താഴെ ഞാൻ ഈ പറഞ്ഞത്. ഒരു $30 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു 2500 പ്ലസ് ടാക്സിന് ഒരു 2900 രൂപ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അയാൾക്ക് മാച്ചിങ് ബോണസായിട്ട് ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് 8%. 8% മാച്ചിങ് ബോണസ്. അതായത് നമ്മുടെ ഒരു ലെഫ്റ്റ് ടീം ഉണ്ടാകും, ഒരു റൈറ്റ് ടീം ഉണ്ടാകും. അത് 2 ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ നടക്കുന്ന വോളിയവും റൈറ്റ് ഓർഗനൈസേഷൻ നടക്കുന്ന വോളിയവും തമ്മിൽ മാച്ച് ചെയ്താൽ മാക്സിമം 2500 പാക്കേജിൽ വന്നിരിക്കുന്നവർക്ക് പരമാവധി ഒരു ദിവസം കിട്ടാവുന്ന വരുമാനം, ബൈനറി വരുമാനം 2500 രൂപ മാത്രമായിരിക്കും. ക്ലിയർ? അത് നമ്മൾ മനസ്സിലാക്കുക. 8% അതിന്റെ മാച്ചിങ് കിട്ടുന്നത്. ഇനി അല്പം കൂടി നമുക്ക് ബൈനറി കിട്ടണം, വരുമാനം വേണമെന്നുള്ളവർക്ക് അടുത്ത പാക്കേജായ 5000ത്തിലേക്ക് പോകാം. അതായത് ഒരു എഡ്യൂക്കേഷൻ പാക്കേജ് ഞാൻ പറഞ്ഞു 5000 ടാക്സുമാണ്. അങ്ങനെയെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പാക്കേജ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോ ബന്ധുവിനോ ഒരു തേർഡ് പാർട്ടിക്കോ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡി 5000 മാറി. നിങ്ങളുടെ മാച്ചിങ് പെർസെൻറ്റേജ് 9% വർദ്ധിച്ചു. ഒപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി ബൈനറി ലിമിറ്റ് 5000 രൂപയിലേക്ക് വർദ്ധിച്ചു. നമ്മൾ ആദ്യം 2500 കിട്ടിയ സ്ഥാനത്ത് ഇവിടെ 5000 അടുത്ത മൂന്നാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് എലൈറ്റ് ബിസിനസ് ഓണർ ആണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വരെ വന്നിരിക്കുന്ന മിക്ക ബൈനറി പ്ലാനുകളിലും നമ്മളുടെ മാച്ചിങ് ബൈനറിയുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആവറേജ് എടുക്കുന്ന എല്ലാ പ്ലാനും നോക്കിക്കഴിഞ്ഞാൽ 10%. അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 10000 മുതൽ 15000 രൂപ വരെയൊക്കെയുള്ള ജോയിനിങ് പാക്കേജിനായിരിക്കാം ഒരു പക്ഷേ ഈ 10% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് കമ്പനിയുടെ പ്ലാൻ പരിശോധിച്ചാലും അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് 10000 രൂപയുടെ 2 എഡ്യൂക്കേഷൻ പാക്കേജോ അല്ലെങ്കിൽ 4 നമ്മുടെ ആശാശരത്തിന്റെ കൾച്ചറൽ ഡാൻസ് പ്രോഗ്രാമിന്റെ എന്തിൻ്റെങ്കിലും ഒരു പാക്കേജോ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു 10000 രൂപയുടെ ഒരു പാക്കേജിലേക്ക് വരാൻ പറ്റും. എലൈറ്റ് ബിസിനസ് ഓണർ എന്നാണ് പറയുക. അവിടെ നമുക്ക് 10% നമുക്ക് മാച്ചിങ് ബോണസായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. മാക്സിമം നമുക്ക് 10000 രൂപ പെർ ഡേ ബൈനറി ഇൻകത്തിലൂടെ മാത്രം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പാക്കേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് 25000ത്തിന്റെ പാക്കേജാണ്. അവിടെ വരുമ്പോൾ നമുക്ക് 11% നമ്മുടെ ബൈനറി സീലിംഗ് അല്ല, നമ്മളുടെ മാച്ചിങ്ങിന്റെ ആ ഒരു പെർസെൻറ്റേജ് വർദ്ധിക്കുകയും ഒരു ദിവസം 25000 രൂപ വരെ നമുക്ക് ബൈനറി മാച്ചിങ്ങിലൂടെ ഇൻകം എടുക്കാനും പറ്റും. അതായത് ഒരു മാസം നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 7.5 ലക്ഷം രൂപ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ മുടക്കേണ്ടത് 25000 രൂപയുടെ പാക്കേജ്, ഒരു 5 എഡ്യൂക്കേഷൻ പാക്കേജ് പബ്ലിക്കിൽ നിന്നുള്ള എൻക്വയറി അനുസരിച്ച് നിങ്ങളുടെ ബില്ലിൽ കൂടി പർച്ചേസ് ബില്ല് ചെയ്താൽ നിങ്ങളുടെ 25000 ഓക്കെ ആയി. നമ്മൾ ഒരിക്കലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് 25000 എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്ന് 25000 രൂപ ഡെയിലി ഉണ്ടാക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് റോയൽ ബിസിനസ് ഓണർ 50000 രൂപയുടെ പാക്കേജ്. 50000 രൂപയുടെ പാക്കേജിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു എഡ്യൂക്കേഷൻ പാക്കേജ് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ നീറ്റിന്റെ ഒക്കെ കോച്ചിങ് വരുന്ന 5000 രൂപ വാല്യൂ വരുന്ന പ്ലസ് ടാക്സ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 10 പ്രൊഡക്റ്റുകൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 50000 രൂപ ഡെയിലി, അതായത് ഒരു മാസം ബൈനറി മാത്രം 15 ലക്ഷം രൂപ നേടാനുള്ള അവസരത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം ഈ 50000 രൂപ ഡെയിലി നടക്കാനായിട്ട് നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ആകെ 5 ലക്ഷം രൂപയുടെ ബിസിനസ് മാച്ച് ചെയ്താൽ മതി. 5 ലക്ഷം വേണ്ട, 4 ലക്ഷം ചെയ്താൽ മതി. അപ്പൊ 4 ലക്ഷം രൂപയുടെ ബിസിനസ് ലെഫ്റ്റിലും റൈറ്റിലും മാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, വെറും ഒരു 40 പേര്, വളരെ ചെറിയ ആൾക്കാർ മതി ഇതിനകത്ത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടുങ്ങിപ്പോകുന്ന ഇൻകമാണ്. വെറും 40 പേര് ലെഫ്റ്റിലും 40 പേര് റൈറ്റിലും 10000 രൂപയുടെ ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഇൻകം 50000 രൂപ, ഒരു മാസത്തെ ഇൻകം 15 ലക്ഷം രൂപ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏതൊരു ബിസിനസ്, ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ച മൈ ലൈഫിന്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ച അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് 26-27 ലക്ഷം രൂപ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ 50-55 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുമ്പോഴാണ് അതിന്റെ ലീഡർ മുകളിൽ നിൽക്കുന്ന ആൾക്ക് 2 ലക്ഷം രൂപ സീലിംഗ് കിട്ടുന്നത്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, 40 പേര് വെറും 10000 രൂപയുടെ 4 ലക്ഷം രൂപയുടെ ബിസിനസ് ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്താൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഇൻകം സുഹൃത്തെ 50,000 റുപ്പീസ്, ഒരു മാസം നിങ്ങൾക്ക് 15 lakh റുപ്പീസ് ഈ ബൈനറി കൂടെ മാത്രം ഏൺ ചെയ്യാം. ദാറ്റ്സ് ആൻ അമേസിങ് ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മൾ കാണാതെ പോകരുത്. ഇതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല. ഇതൊരു അൾട്ടിമേറ്റ് പ്രോഗ്രാമാണ്, ഒരു അൾട്ടിമേറ്റ് ഇൻകം തരുന്ന ഒരു പ്ലാനാണ്. അപ്പൊ ഈ പ്ലാനിൽ ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളിത് പഠിക്കാതിരിക്കുക, ഇതിന്റെ പാട്ടാവാതിരിക്കുക എന്ന് പറയുമ്പോൾ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല.
അപ്പൊ ഞാനോ നിങ്ങളോ ചെയ്തില്ലെന്ന് കരുതി നാളെ പുതിയ ജനറേഷൻ വരും, ഈ കാര്യം ഇവിടെ ചെയ്യും, സക്സസ് ആകും, വലിയ രീതിയിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, എന്നോടും ഇത് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് മീറ്റിംഗിൽ നഹാസാറ് വിളിച്ച് പറഞ്ഞതായിരുന്നു, സുനിൽ സാറ് വിളിച്ച് പറഞ്ഞതായിരുന്നു, സാജൻ എനിക്ക് മെസ്സേജ് എന്നും അയക്കാറുണ്ട്, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു കുഴപ്പമില്ല, സാജനോ നഹാസോ അല്ലെങ്കിൽ സുനിലോ ഒന്നും അല്ല, ഇതൊരു സിസ്റ്റമാണ്. നിങ്ങൾ സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വരുമാനം ജനറേറ്റ് ചെയ്തതും തരുന്നതും നിങ്ങൾക്ക് സിസ്റ്റമാണ് വരുമാനം തരുന്നത്, നഹാസാർ അല്ല, സാജനല്ല. അപ്പൊ ഞങ്ങളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടും, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീം ഓടിയും, നിങ്ങളുടെ ലെഫ്റ്റ് ടീമിന്റെ ഓളിയം ഒരു 4 ലക്ഷം ആക്കുക, റൈറ്റ് ടീമിന്റെ ഓളിയം ഒരു 4 ലക്ഷം ആക്കുക. പറ്റുമെങ്കിൽ ആ ടീമിനെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു മാസം 15 ലക്ഷം രൂപ ഉണ്ടാക്കാം ഒരു ഐഡിയയിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് 3 ഐഡി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലോ 1/2 കോടി രൂപ ഉണ്ടാക്കാം ത്രൂ ബൈനറി. 3 ഐഡി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലീഡറാണ് നിങ്ങളെങ്കിൽ 1/2 കോടി രൂപ ഉണ്ടാക്കാം, ദിവസം 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പൊ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അടുത്തൊരു ഏറ്റവും വലിയ ഇതിന്റെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ബോണസ്, എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു ബോണസ് ഇന്ന് ഇന്ത്യയിലുള്ള മറ്റൊരു കമ്പനിക്ക് നിങ്ങൾ എനിക്ക് മുമ്പിൽ കാണിച്ചു തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ പാർട്ടാവാം. ഞാൻ നാളെ നിങ്ങളുടെ കൂടെ അടിക്കാൻ തയ്യാറാണ്. ഓക്കെ, നമ്മുടെ ഈ ബിസിനസിന്റെ ഈ ഒരു പ്ലാനിന്റെ ഈ ഒരു വരുമാനത്തിന്റെ പേര് ലീഡേഴ്സ് ബിൽഡിംഗ് ബോണസ് എന്നാണ്, LBB. ഇതൊരു അമേസിങ് ബോണസ് ആണ്. നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ പാർട്ടാവുന്നതോടുകൂടി 2500 ആവട്ടെ, 5000 ആവട്ടെ, 10000 ആവട്ടെ, 25000 ആവട്ടെ, 50000 ആവട്ടെ, എത്ര വേണമെങ്കിലായിക്കോട്ടെ, നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ഡയറക്റ്റ് റെഫറൽസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. എല്ലാ കമ്പനിയിലും നമ്മുടെ കുറവാണ്, അതെല്ലായിടത്തും ഉള്ളതാണല്ലോ. ഇവിടെ മാത്രമല്ല പ്രത്യേകത, ഇവിടെ പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന മുഴുവൻ ആളുകളുടെയും ഡെയിലി ബൈനറി എത്രയാണോ അത് 100% ഡെയിലി നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടും. നിങ്ങൾ കൊണ്ടുവരുന്ന എത്ര പേരും, നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നു, 10 പേരെ കൊണ്ട് നിങ്ങൾ 1 ലക്ഷം രൂപ 10 പേർക്കും കൂടെ ഇൻകം കിട്ടിയോ, നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഇൻകം ഫസ്റ്റ് ലെവലിൽ നിന്ന് മാത്രം 1 ലക്ഷം രൂപയായിരിക്കും. ആ 10 പേരിലൂടെ അല്ലെങ്കിൽ 20 പേരിലൂടെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരുമാനം മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റിയോ, നിങ്ങളുടെ ഒരു ദിവസത്തെ ഇൻകം 10 ലക്ഷം രൂപയായിരിക്കും. 20 ലക്ഷം മേടിച്ചു കൊടുക്കാൻ പറ്റിയ 20 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ പണ്ട് നമ്മൾ രാമായണ കഥയിലൊക്കെ നമ്മൾ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ബാലിയുടെ കഥ കേട്ടിട്ടുണ്ട്. ബാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന പകുതി ശക്തിയും കൂടെ ബാലിക്ക് കിട്ടും, അതുകൊണ്ട് ബാലിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു പ്ലാനിൽ, ഈ ഒരു ലീഡർഷിപ്പ് ബിൽഡിംഗ് ബോണസിൽ ഈ ഒരു സെക്ടറെ തോൽപ്പിക്കാനായിട്ട് ഇനി ഒരു പ്ലാൻ പുതിയത് ജന്മം എടുക്കേണ്ടി വരും. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്ലാൻ ഇല്ല. ദാറ്റ്സ് ആൻ അൾട്ടിമേറ്റ് പ്ലാൻ. 100% ഓഫ് യുവർ ഡയറക്ട് ഡൗൺലൈൻ ബൈനറി, അത് നിങ്ങൾക്ക് എത്രയാണോ, എത്ര ലക്ഷമാണെങ്കിലും എത്ര കോടിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും 100%. ഇനി അതുകൊണ്ട് തീർന്നില്ല, ആ ഫസ്റ്റ് ജനറേഷനിൽ കൂടി വരുന്ന സെക്കൻഡ് ജനറേഷൻ, ഇത് ലെവലല്ല, സെക്കൻഡ് ജനറേഷൻ ആണ് പറയുന്നത്. ആ സെക്കൻഡ് ജനറേഷൻ നിങ്ങൾ 10 പേരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, 10 പേരിൽ കൂടി നമുക്ക് 100, 150, 200, 500 പേരെ കൊണ്ടുവരാം, ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിന്. അങ്ങനെ നിങ്ങൾ 10 പേരിൽ കൂടി 100 പേരെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ 100 പേര് ചേർന്നിട്ട് ഇന്ന് 10 ലക്ഷം രൂപ ഇൻകം മേടിച്ചെങ്കിൽ അതിന്റെ 50% 5 ലക്ഷം രൂപ വീണ്ടും ഇന്നത്തെ ദിവസത്തെ ഇൻകമായിട്ട് രണ്ടാമത്തെ ജനറേഷൻ കിട്ടും. ആദ്യത്തെ ജനറേഷൻ നമുക്ക് 100% കിട്ടി, രണ്ടാമത്തെ ജനറേഷനിൽ നിന്ന് അവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ 50% കിട്ടി. അവിടെയും തീരുന്നില്ല, ദെൻ മൂന്നാമത്തെ ജനറേഷൻ കൂടിയുണ്ട്. അതായത് ആ 100 പേരിൽ കൂടി 1000 പേരോ 2000 പേരോ 5000 പേരോ 10000 പേരോ ക്രിയേറ്റ് ചെയ്തോ നിങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ഒരു ബാങ്കിലും നിങ്ങൾ താങ്ങത്തില്ല, ബാങ്ക് താങ്ങത്തില്ല. 1 കോടിയാണ് നിങ്ങളുടെ മൂന്നാമത്തെ ജനറേഷൻ ഇൻകെങ്കിൽ നിങ്ങൾക്ക് 30 ലക്ഷം രൂപയാണ് പെർ ഡേ ഇൻകം. 30 ലക്ഷം രൂപയാണ്. ഞാനിപ്പോ ഒരു മണിക്കൂർ മുമ്പ് ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ബിസിനസ് ചെയ്യുകയാണ് പുള്ളി. 5 മാസമായി ബിസിനസ് തുടങ്ങിയിട്ട്. അപ്പൊ പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. എനിക്ക് ഡയറക്റ്റ് കോൾ ദുബായിൽ നിന്ന് വന്നതാണ്, ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ആള് ഓൾറെഡി ഇപ്പോൾ നിലവിൽ ആളുടെ സ്ഥലം ഓൾറെഡി ഇവിടെയാണ്, വിയറ്റ്നാംകാരനാണ്. സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം, സാറേ ഒന്ന് സൂമിൽ വരാവോ, എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇട്ട് തരാനാന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഇട്ട് വന്നിട്ട് ശരിക്ക് ഞാനൊന്ന് എണ്ണിയിട്ട് എനിക്ക് എൻ്റെ കിളി പോയി. കാരണം അതിന്റെ പെർ ഡേ ഇൻകം എന്ന് പറഞ്ഞാൽ $1.5 ലക്ഷം. അതായത് ഏതാണ്ട് 1.30 ലക്ഷം രൂപ ഒരു ദിവസത്തെ ഇൻകം. 5 മാസമായ ഒരു ബിസിനസിന്റെ കഥയായി പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു ബിസിനസ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഇത് എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് സക്സസ് ആയ ബിസിനസ് എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരുന്ന ആളുകൾ
800 കോടിയും 1000 കോടിയോ ഒക്കെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ ആളുകളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആയിട്ടിരുന്ന് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാനും സംസാരിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചല്ല, വിദേശത്ത് വെച്ച. എന്നാലും ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഈ മൂന്നാമത്തെ ജനറേഷൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടീമിലുള്ള മൂന്ന് തലമുറയിൽ കൂടി 1 കോടി രൂപ ഇൻകം മേടിച്ചു കൊടുത്താൽ സുഹൃത്തെ, നിങ്ങളുടെ ഒരു ദിവസത്തെ ഇൻകം 1,80,00,000 രൂപയാണ്. 1 ഡേ ഇൻകം. ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് മനസ്സിലാക്കിയ കാര്യം, അതിന്റെ പൊട്ടൻഷ്യലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ശ്രമിച്ചിട്ട് 10 ലക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഇൻകം, നിങ്ങളുടെ ഇൻകം 18 ലക്ഷം രൂപയാണ്. 180%. 100, 50, 30. നിങ്ങൾ ഇവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വെറുതെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പോവുകയല്ല. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. സാജന ഒരു ലിങ്ക് ഇട്ട് തന്നു, അല്ലെങ്കിൽ സുൽസാറിന് ലിങ്ക് ഇട്ട് തന്നു, നഗാസാറിന് ലിങ്ക് ഇട്ട് തന്നു, ഒരു ഐഡിയ അടിച്ചേക്കാം. പിന്നെ ഫോൺ വിളിച്ചാലും എടുക്കുകയില്ല, മെസ്സേജ് അയച്ചാലും മറുപടിയില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് പൂവില്ല കായുമില്ലാതെ ഒരു പാഴ്മരമാവാതെ ഇതിനകത്ത് നല്ല കായ്ഫലമുള്ള ഒരു മരമായിട്ട് മാറാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്നെ ഇങ്ങോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 101% ആണ് നിങ്ങൾക്ക് 1 കോടി രൂപ അടുത്ത ഒരു 1 ഇയറിൽ ഉണ്ടാക്കി തരും ഞാൻ. കാരണം എന്നാലേ നിങ്ങളിൽ നിന്ന് എനിക്ക് 1,80,00,000 കിട്ടുള്ളൂ. അതുപോലെ 10 പേര് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ 18 കോടി ഉണ്ടാക്കും. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ മന്ത്ലി മതിയെങ്കിൽ എനിക്ക് ധാരാളമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ സീനിയർ സെയിൽസ് മാനേജറാണ്. നല്ല ടീമുണ്ട് എനിക്ക് അവിടെ. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹൈലി പൊട്ടൻഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ATM ആണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് 100% ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും വിദേശത്തെ രാജ്യത്തും ഈ പ്രാണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് വിദേശത്താണ്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലാണ്. നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഡിജിറ്റൽ ട്യൂഷൻ ആയിക്കോട്ടെ, കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് വിദേശത്ത് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ മാക്സിമം കപ്പാസിറ്റി, മാക്സിമം ബന്ധങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൂടാ? അടുത്തൊരു 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ 1 കോടി രൂപ നിങ്ങളുടെ ടീമിൽ മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഇൻകം മാത്രം 1,80,00,000 രൂപ കിട്ടുമെങ്കിൽ ബാക്കി ഇൻകം ഉണ്ടല്ലോ 92% ഇൻകം. ചിന്തിച്ചു നോക്ക്. 1 കോടി മേടിച്ചു കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 92%, 92 ലക്ഷം രൂപ കിട്ടും. ക്ലിയർ? ഇത് ടീമിൽ നിന്ന് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഈ ഒരു ലീഡേഴ്സ് ബിൽഡിംഗ് ബോണസിന്റെ മാത്രം പൊട്ടൻഷ്യൽ എടുത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. 180% കിട്ടും 3 തലമുറയിൽ നിന്നായിട്ട്. ഏറ്റവും മനോഹരമായ ഒരു ഇൻകമാണ്. അടുത്ത ഒരു 4ാമത്തെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ വരുന്നത് നമ്മുടെ റാങ്കുമായി ബന്ധപ്പെട്ട ഒരു ഇൻകം ഉണ്ട്. ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്ന 15 ലീഡേഴ്സിനെ ഒരു അഡ്വൈസറി കൗൺസിൽ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുകയും, അത് ഇന്ന് വന്ന 15 പേര് തന്നെ ആയിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധമില്ല. അടുത്ത 15 പേര്, അടുത്ത മാസത്തെ 15 പേര്. ഇത് ക്വാർട്ടർലി ഡിവിഡൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ 3 മാസത്തെ പെർഫോമൻസ് നോക്കിയിട്ട് ഏറ്റവും ടോപ്പ് വരുന്ന 15 പേർക്ക് ഗ്ലോബൽ ടേൺ ഓവറിന്റെ 2% കൊടുക്കും. ചെറിയ പൈസയല്ല. 1000 കോടി ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് 20 കോടി രൂപയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ആ 15 പേരിൽ ആ 15 പേർക്കായിട്ട് 20 കോടി ഷെയർ ചെയ്താൽ ഒരാൾക്ക് 1.25 കോടി വെച്ച് കിട്ടും. ഇത് മാത്രം, ഈ അഡ്വൈസറി കൗൺസിൽ ബോണസ് മാത്രം. ചെറിയ പൈസയാണോ? അത് 1 ദിവസം 2 ദിവസമല്ല. ഇനി ആ 15 വരാൻ പറ്റിയില്ല, നെക്സ്റ്റ് 30 പേരിൽ ഒരാളായിട്ട് വരാൻ പറ്റിയെങ്കിൽ 1% കിട്ടും. ഇതുപോലെ ഒരു 100 കോടി രൂപയുടെ ബിസിനസ് നടന്നാൽ 1 കോടി രൂപ ചെറിയ കാര്യമല്ല. അതും നമുക്ക് അടുത്ത 30 പേർക്ക് കിട്ടും. അങ്ങനെ 3% ഗ്ലോബൽ ടേൺ ഓവർ ഷെയർ ചെയ്യുന്ന അവർ തരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഗ്രാൻഡ് റോയൽറ്റി ബോണസ് ആയിട്ട് ഒരു 1% അത് വീണ്ടും മാറ്റി വെച്ചിരിക്കുക. അതൊക്കെ ഗ്ലോബൽ BVയുടെ ആണ്. ഗ്ലോബൽ BVയുടെ 1% വീണ്ടും ഒരു 50 കോടി 100 കോടി നടന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ഒരു 10 കോടി അല്ല 1 കോടി മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ഒരു 1% വീണ്ടും ആ ക്ലബിലേക്ക് ചെയ്തു. ഇതിനൊക്കെ പുറമെ റാങ്ക് വരുമാനവും റിവാർഡ്സും കൊടുക്കാൻ വേണ്ടി ധാരാളം റാങ്കുകൾ, 10-17 റാങ്കുകൾ നമുക്ക് വരുന്നുണ്ട്. ആ റാങ്ക് റിവാർഡ്സ് കൊടുക്കാൻ വേണ്ടി 5% ഗ്ലോബൽ ബിസിനസ്സിൽ നിന്ന്, ഇത് ഇന്ത്യയുടെ കച്ചവടത്തിന്റെ അല്ല കേട്ടോ, ശ്രദ്ധിക്കണം, ഗ്ലോബൽ ബിസിനസിന്റെ 5%. ഞാൻ മുമ്പ് പറഞ്ഞ അതേ 100 കോടിയാണെങ്കിൽ 50 കോടി രൂപയാണ് 5 കോടി രൂപയാണ് ഇവിടെ ഈ റാങ്ക് റിവാർഡ് കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളത്. ചെറിയ കാര്യമല്ല. റാങ്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൻ ചെയ്യാം. ഇവിടെ അതിൻ്റെ ഒരു സ്ലാബാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്ലാബ് ഒരല്പം
ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കും കാണാൻ പറ്റില്ല. 40,000 രൂപ വരുന്ന സമയം മുതൽ, 40,000 മാച്ച് ചെയ്യുന്ന സമയം മുതൽ ഫസ്റ്റ് റാങ്ക് ബ്രോൺസ് റാങ്കിലേക്ക് നിങ്ങൾക്ക് കിടക്കാം. സിൽവർ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1,00,000 രൂപയുടെ ടീം ബിസിനസ് വന്നാൽ മതി. ഗോൾഡിലേക്ക് കിടക്കാൻ 2,00,000 രൂപയുടെ ടീം ബിസിനസ് വന്നാൽ മതി. റൂബിയിലേക്ക് വരാൻ 4,00,000 രൂപയുടെ ബിസിനസ് വന്നാൽ മതി. പ്ലാറ്റിനത്തിലേക്ക് വരാൻ 20,00,000 രൂപയുടെ വന്നാൽ മതി. അങ്ങനെ നമുക്ക് ഏറ്റവും ഫൈനലിൽ 200 CR വരെയുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനാണ് വച്ചിരിക്കുന്നത്. 200 CR വരെയുള്ള 200 CR എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വലിയ തുകയുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ദിവസം 5 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും 50 ലക്ഷവും 1 കോടിയൊക്കെ മേടിക്കുന്ന ആളുകളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിരിക്കും. അല്ല ടീം ടേൺ ഓവർ. ഇവിടെ 200 കോടിയല്ലേ പറഞ്ഞിട്ടുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു 10 മില്യന്റെ കാര്യമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്രയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ ക്യാഷ് പ്രൈസ് ഇവിടെ ഈ വളത്തേക്ക് നിങ്ങൾ നീക്കി നോക്കിയാൽ അറിയാൻ പറ്റും. 10 കോടി രൂപയാണ് 17ാമത്തെ റാങ്കിൽ വൺ ടൈം ക്യാഷ് അവാർഡ്. 16ാമത്തെ റാങ്കിൽ അത് 5 കോടി, 15ാമത്തെ റാങ്കിൽ 3 കോടി, 14ാമത്തെ റാങ്കിൽ 1 കോടി, 13ാമത്തേൽ 50 ലക്ഷം, 12ാമത്തേൽ 30 ലക്ഷം, 11ാമത്തേൽ 10 ലക്ഷം, 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം, അതിന് മുകളിൽ 3, 1.2 വരെ. അതായത് 1,20,000 രൂപ മുതൽ 10 കോടി വരെയുള്ള ക്യാഷ് പ്രൈസ് വൺ ടൈം ക്യാഷ് അവാർഡായിട്ട് നമുക്ക് റാങ്ക് വരുമാനം കിട്ടും. അതിന് മുകളിലോട്ട് ഫോറിൻ ട്രിപ്പുകളും ടാബുകളും 2 ഡേ 3 ഡേ 1 ഡേ ട്രിപ്പുകളെല്ലാം അതിനകത്ത് റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് കിടപ്പുണ്ട്. ഇതെല്ലാം ഘട്ടഘട്ടമായിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെറിയ ചെറിയ ടൈം ലിമിറ്റേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെർഫോമൻസ് വർദ്ധിപ്പിച്ച് റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ടത്. റാങ്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അതിന് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ബിസിനസ് ബിൽഡിംഗ് ബോണസ് വർദ്ധിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് പരമാവധി പൈസ മേടിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ 10 പേരെ കൊണ്ടുവന്നാലും 50 പേരെ കൊണ്ടുവന്നാലും അവരുടെ പ്ലേസ്മെന്റ് വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും. ക്ലിയർ? ആ പ്ലേസ്മെന്റ് ലെഫ്റ്റിലോ റൈറ്റിലോ വരുന്ന ആളുകൾക്ക്, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ വരുമാനം മേടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും സർവീസ് കൊടുക്കാനും നമ്മുടെ എല്ലാവിധ സെറ്റപ്പുകളും സർവീസുകളും എല്ലാം മേടിച്ചുകൊണ്ട് ഒരു സഹായം ചെയ്തു കൊടുത്ത് അവരുടെ ഒപ്പം നിന്ന് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു 6 മാസം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രവർത്തിക്കാനുള്ള സമയമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. 6 മാസം പ്രവർത്തിക്കാനുള്ള സമയം, അടുത്ത 6 മാസം ടീമിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള 1 ഇയറിൽ കൂടുതൽ നിങ്ങൾ ആരും, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇതിനകത്ത് ആരും പ്രവർത്തിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ. അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണ്ട. 6 മാസം നിങ്ങൾ ടീമിനെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ, ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അടുത്ത 6 മാസം ബിൽഡ് ചെയ്ത ടീമിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു 12 മാസം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 101% നിങ്ങളുടെ ആവറേജ് മന്ത്ലി ഇൻകം 1 CR മുകളിലായിരിക്കും. ആവറേജ് മന്ത്ലി ഇൻകം 1 CR മുകളിലായിരിക്കും. മുകളിട്ട് എത്ര വേണമല്ലോ, 5 10 ഒക്കെ ആവും. അപ്പൊ ആ രീതിയിൽ ഒരു വലിയ ഡ്രീം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വെയിലോ മഴയോ ബസ് കിട്ടാത്തതോ വണ്ടിക്ക് ഇന്ധനമില്ലെന്നോ പോക്കറ്റിൽ കാശില്ലെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യവും, ഒരു എക്സ്ക്യൂസും അവിടെ വരില്ല. കാരണം എക്സ്ക്യൂസും സക്സസും കൂടെ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് പാകമാവില്ല. ഒരു കളത്തിൽ വേവില്ല. രണ്ടും രണ്ട് പാർട്ടാണ്. നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നോ നിങ്ങൾ അത്ര കണ്ട് നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങൾ ചലഞ്ചസ്, അത് കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്ത് ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നു, അത്ര കണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾ സക്സസിലേക്ക് എത്തും. ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കണം, വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം. ഇത്ര നാളും നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ കാര്യമായിട്ട് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചീത്തപ്പേരോ മോശപ്പേരോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, സമൂഹത്തിന്റെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പോഴും നീ ഇതൊക്കെ തന്നെയാണോ ചെയ്യുന്നത് ചോദിക്കുന്ന ബന്ധുക്കളുണ്ട്. ഈ ചോദിക്കുന്നവനോ ഒരു പണിയില്ല, ഒരു വരുമാനവും ജോലിയും കൂലി ഇല്ലാത്തവനാണ് നമ്മൾ ഉപദേശിക്കാൻ വരുന്നത്. ഉപദേശിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് സുഹൃത്തെ. അവനൊന്നും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊണ്ടുതരില്ല. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഒരിക്കലും അവൻ ഏറ്റെടുക്കില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ആ ഒരു കടമ ഒരിക്കലും അവർ ഏറ്റെടുക്കില്ല. നിങ്ങളുടെ കടബാധ്യത അത് നിങ്ങളുടെ മാത്രം കടമാണ്. നിങ്ങളായിട്ടുണ്ടാക്കിയ കടമായിരിക്കാം, നിങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ കടമായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ബിൽഗേറ്റ്സിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ ദരിദ്രനായിട്ട് ജനിച്ചു എന്ന് കരുതി തെറ്റൊന്നുമില്ല, പക്ഷെ നിങ്ങൾ മരിക്കുമ്പോഴും ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇത്ര ഉണ്ടായിട്ട് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് നിങ്ങൾ മരിക്കുമ്പോഴും ദരിദ്രനായിട്ടാവരുന്നെങ്കിൽ 101% അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. ഈ പറയുന്ന കാര്യം
ഈ കേൾക്കുന്ന കാര്യം നിങ്ങളല്ലാതെ നിങ്ങളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഇത് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു ക്യാൻ, ഇഫ് യു തിങ്ക് യു ക്യാൻ. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതൊരു ടീം വർക്കാണ്. ടീം മീൻസ് നമുക്കറിയാം അവിടെ 4 പാർട്ട് വരുന്നുണ്ട്: ടീച്ചിങ്, എംപവർ, ആക്റ്റീവ് ആൻഡ് മോട്ടിവേഷൻ. ടീച്ചിങ്ങും വേണം, എംപവർമെന്റ് ഉണ്ടാവണം, നമ്മൾ ആ രംഗത്ത് ആക്റ്റീവ് ആയിരിക്കണം. അതിൽ കൂടി നമുക്ക് പൈസ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടിവേറ്റഡ് ആവും. നമ്മുടെ പൈസയുടെ വലിപ്പം കാണുമ്പോൾ, നമ്മുടെ ഇൻകത്തിന്റെ ആ ഒരു ഫ്ലോ കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള ടീമും മോട്ടിവേറ്റഡ് ആയിരിക്കും. ഒരു സംശയമില്ല. ടുഗദർ എവരി വൺ അച്ചീവ് മോർ എന്നും നമുക്ക് ടീമിന് പറയാം. പക്ഷെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ടീച്ച് ചെയ്യാനും നമ്മുടെ കൂടെയുള്ള എംപവർ ചെയ്യാനും ദെൻ നമ്മൾ ആക്റ്റീവായി രംഗത്ത് നിൽക്കാനും ദെൻ മോട്ടിവേഷൻ കൊടുക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ടീം വർക്കാണ്. ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ നോക്കുക. ലോകത്തിലെ മുൻ അമേരിക്കൻ ലോകപണക്കാരൻ ആയിട്ടുള്ള ജെ പോൾ ഗട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഐ റാദർ ഹാവ് 1% ഫ്രം 100 പീപ്പിൾസ് എഫേർട്ട് ദാൻ 100% ഓഫ് മൈ ഓൺ. ഒരു പെട്രോൾ പമ്പോ ഒരു എണ്ണ ഖനിയോ ഇല്ലാതെ അനേകായിരം പെട്രോൾ പമ്പുകളുടെയും എണ്ണ ഖനികളുടെയും ഓണറായി മാറി വർഷങ്ങളോളം തുടർച്ചയായിട്ട് അമേരിക്കയിലെ ലോക കോടീശ്വരനായ വ്യക്തിയാണ് ജെ പോൾ ഗട്ടി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നിങ്ങൾ 100 പേരെ കൊണ്ട് 100% പണിയെടുപ്പിക്കുന്നതിന് ശ്രമിച്ച് നിങ്ങളുടെ ജന്മം കളയാതെ 100 പേരെ കൊണ്ട് 1% ജോലി ചെയ്ത് നിങ്ങളുടെ 100% കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് തിയറി ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക, ദെൻ ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുക. ഇത് തുടക്കമാണ്. 10-30 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ സിസ്റ്റം എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും പൊട്ടിപ്പോയ ഒരു കമ്പനിയുടെ വെബ്സൈറ്റും എടുത്ത് താൽക്കാലികമായിട്ട് 50,000 രൂപ ലോൺ എടുത്ത് തുടങ്ങിയേക്കുന്ന പരിപാടിയല്ല. ആദ്യം ബിലീവ് യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക. ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുക. ഒരു വർഷം കണ്ണും പൂട്ടി പണിയെടുക്കുക. 1 കോടി രൂപ വെച്ച് മാസം മേടിക്കുക. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.